അനുവ മിസ്. അപ്പൊ മക്കളെ, 5ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളും അല്ലെ, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും, സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ടീച്ചർക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ, അതായത് ഈ 5ാം ക്ലാസ് എങ്ങനെ അടിപൊളിയാക്കാം എന്നുള്ളതിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. സോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും തുടക്കം നന്നായാൽ അവസാനം വരെ നന്നായി എന്നാണ് അല്ലെ പറയാ. സോ നിങ്ങളിപ്പോ ദ ബിഗിനിങ് ഡേയ്സ് ഓഫ് യുവർ 5th സ്റ്റാൻഡേർഡ് ആണ്. സോ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ സബ്ജക്റ്റുകളാണോ ഉള്ളത്, എല്ലാ സബ്ജക്റ്റുകളും അല്ലെ നിങ്ങളുടെ ഒരു കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. സോ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഡിഫിക്കൽറ്റിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക, ഈ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ സബ്ജക്ട്സിനൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക. അതായത് നിങ്ങൾക്ക് അറിയാം, നിങ്ങളിപ്പോ തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അല്ലെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് പൊതുവെ നിങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഏതായിരുന്നു നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട്, ഏതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള സബ്ജക്ട്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. സോ നിങ്ങൾ ആ ഒരു ഡിവിഷനിലെ എല്ലാ സബ്ജക്ട്സും ഒന്ന് മാറ്റി വെക്കുക. അപ്പൊ ചില ആളുകൾക്ക് ഇപ്പൊ മാത്സ് ആയിരിക്കും ഡിഫിക്കൽട്ട്, ചില ആളുകൾക്ക് സയൻസ് ആയിരിക്കും ഡിഫിക്കൽട്ട് അല്ലെ. അപ്പൊ ഏതാണ് നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കുന്ന സബ്ജക്ട്, ആ സബ്ജക്ട് ഒട്ടും പഠിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളാണ് മിക്കവാറും ഉള്ള ആൾക്കാർ അല്ലെ. സോ ഇവനി മുതൽ അങ്ങനെ ഒരു ശീലം പാടില്ല. നിങ്ങളുടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റിന് ഉറപ്പായിട്ടും കുറച്ചധിക സമയം നിങ്ങൾ എന്ത് ചെയ്യണം, മാറ്റി വെക്കേണ്ടതുണ്ട്. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി ടൈം ടേബിൾ പാലിക്കും എന്നുള്ളതാണ്. ആ ടൈം ടേബിളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമുക്ക് ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റിനാണ് എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ആദ്യം പോയി പഠിക്കാനിരിക്കേണ്ട. നമ്മുടെ ടൈം ടേബിളിൽ ചിലപ്പോൾ ഏറ്റവും ഇഷ്ടമില്ലാത്ത സബ്ജക്ട് നമ്മൾ ആദ്യം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് എന്താവും, കുറച്ച് പഠിക്കാനുള്ള ബാക്കി ഇൻട്രസ്റ്റുകളൊക്കെ പോകുന്ന ഒരു രീതിയിലേക്കാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് സ്റ്റാർട്ടിങ് വിത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട്, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും ഡിഫിക്കൽട്ട് ഉള്ള സബ്ജക്ട് എടുക്കുക. ഏറ്റവും അവസാനത്തേക്കും നിങ്ങളത് മാറ്റി വെക്കാതിരിക്കുക. ഈ ഒരു ഓർഡർ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്റ്റഡീസ് എന്ത് ചെയ്യും, നല്ല രസകരമായിട്ട് മാറും. ഓക്കെ. പിന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നുള്ളതാണ് നെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ട കാര്യം. സോ ഫസ്റ്റ് വൺ, നോട്ട് ബുക്സ് എല്ലാം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് എല്ലാം കൃത്യമായിട്ട് കിട്ടിയെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്തു വെക്കുക. പിന്നെ നിങ്ങൾ ജോമെട്രി ബോക്സ് കറക്റ്റ് ആയിട്ട് വെക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഇനി സോഷ്യൽ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, അറ്റ്ലസ് അല്ലെ, കുറെ മാപ്സിന്റെ ഒക്കെ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. സോ അതൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്തായിട്ട് വെക്കുക. ഓക്കെ. ഇത് രണ്ടും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറച്ചും കൂടെ ആ ഒരു പ്രിപ്പറേഷൻ ഒക്കെ ഒന്നുകൂടെ എളുപ്പമായിട്ട് മാറും. അപ്പൊ ടീച്ചർ പറഞ്ഞ ഈ കുറച്ച് പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും ശ്രദ്ധിച്ചു വെക്കുക. മൂന്നാമതായിട്ട് ടീച്ചർക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, യൂസ് സ്റ്റിക്കി നോട്ട്സ് അല്ലെ. അതായത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങള്, അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ്, ഡെഫിനിഷൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ മറന്നു പോവാൻ സാധ്യതയുണ്ട് അല്ലെ. അങ്ങനെ മറന്നു പോകുന്നത് തടയാൻ വേണ്ടിയിട്ട് അല്ലെ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ യൂസ് സ്റ്റിക്കി നോട്ട്സ്. അപ്പൊ നമുക്ക് ഇക്വേഷൻസോ അല്ലെങ്കിൽ ഡെഫിനിഷൻസോ ഒക്കെ ഈ നോട്ട്സിൽ നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ എഴുതുമ്പോൾ ഇറ്റ് വിൽ ബി മോർ യൂസ്ഫുൾ. അപ്പൊ 3 കാര്യങ്ങളാണ് ഇന്ന് മിസ്സിന് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാനുള്ളത്. സോ നിങ്ങളുടെ പ്രിപ്പറേഷനെ ഒന്ന് ആഡ് ഓൺ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് വൺ, യൂസ് എ സ്റ്റഡി ടൈം ടേബിൾ. അതിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട്, അതേപോലെ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട്, ഇത് രണ്ടും എന്ത് ചെയ്യുക, കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്യുക. എല്ലാ സബ്ജക്റ്റിനും ടൈംസ് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ മോർണിംഗ് പേഴ്സൺ ആയിരിക്കും, ചിലപ്പോൾ നൈറ്റ് പേഴ്സൺ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ, ചില മക്കൾക്ക് മോർണിംഗ് ആയിരിക്കും പഠിക്കാൻ ഇഷ്ടം, ചിലർക്ക് നൈറ്റ് ആയിരിക്കും. സോ നിങ്ങളുടെ ടൈമിനനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണെന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുക. പിന്നെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത് അല്ലെ, നിങ്ങളുടെ സ്റ്റഡി എക്യുപ്മെന്റ്സ് ഒക്കെ കൃത്യമായിട്ടുള്ള സ്ഥലത്ത് നിങ്ങളുടെ ടേബിളിന് അടുത്ത് തന്നെ വെക്കുക. മൂന്നാമത്തെ കാര്യം, യൂസ് സ്റ്റിക്കി നോട്ട്സ്. അപ്പൊ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ മിസ്സിന്റെ എല്ലാ മക്കളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.